ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന നേതാക്കളായാലും പ്രവർത്തകരായാലും പാലിക്കേണ്ടുന്നതായ ചില ഔചിത്യങ്ങളുണ്ട്, ചില മര്യാദകളുണ്ട്. അത് ശശി തരൂരിനും അനിൽ ബോസിനും ഏതു നേതാവിനും പ്രവർത്തകനും അത് ബാധകമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ ലേഖനത്തിന് തൊട്ടുപുറകെ തനിക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നത് ശശി തരൂരിന്? എന്തുകൊണ്ടാണ് വീണ്ടും പത്രക്കാരെ കണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഞാൻ ഇന്നതാണ് ഉദ്ദേശിച്ചത് എന്ന് പറയേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? CPM അദ്ദേഹത്തെ അനുകൂലിക്കുന്നത് ലേഖനത്തിൽ ഏതാണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കി എന്നവരെ പ്രശംസിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ അതുവരെയുള്ള അവരുടെ അഭിപ്രായം മാറി ശശി തരൂരിനെ കുറിച്ച്. ശശി തരൂരിനെ വ്യക്തിഹത്യ ചെയ്തത് അവർ മറക്കുന്നു. ശശി തരൂരിനെ കുറിച്ച് ആക്ഷേപിച്ചത് അവർ മറക്കുന്നു. അവരെ അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെ അസ്വസ്ഥമാക്കിയ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത് അവർ മറക്കുന്നു. ഇതെല്ലാം മറന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അവർ ശശി തരൂരിന്റെ ആരാധകരായി മാറുന്നത് എനിക്ക് സന്തോഷമാണ്. കാരണം അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റ് അംഗവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് സിന്ദാബാദ് വിളിക്കാൻ ഡിവൈഎഫ്ഐക്കാരും CPMകാരും വരട്ടെ, നമുക്ക് സന്തോഷം. പക്ഷെ എന്റെ ചോദ്യം, അങ്ങനൊരു ലേഖനത്തെ തുടർന്നുണ്ടായ വിവാദത്തിന്റെ തൊട്ടുപിറ്റേ ദിവസം മുതൽ തന്റെ ഫേസ്ബുക്കിലും മാധ്യമപ്രവർത്തകരുടെ മുൻപാകെയും അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിക്കേണ്ടി വരികയും ആ വിശദീകരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? ആ വിശദീകരിച്ച CPMകാർക്ക് മനസ്സിലായില്ല എന്നുണ്ടോ? അദ്ദേഹം എഴുതിയത് മാത്രമേ ഇവർ അംഗീകരിക്കൂ, പറയുന്നതൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് ഇവർക്ക് അഭിപ്രായമുണ്ടോ? അംഗീകരിക്കില്ല എന്ന അഭിപ്രായമുണ്ടോ? സ്റ്റാർട്ടപ്പ് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണെന്നും അത് തൊട്ട് ഇങ്ങോട്ട് നടന്നിട്ടുള്ള അതിന്റെ വികസന പ്രവർത്തനങ്ങളും അതിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും അന്നത്തെ കാലത്ത് CPM അതിന് വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചതെന്നും ഇപ്പോൾ അജിംസ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഇനി നിങ്ങളുടെ ഗവൺമെന്റ് മാറി UDFന്റെ ഗവൺമെന്റ് വന്നാൽ പഴയ പണി കാണിക്കരുത് എന്ന് പച്ചയ്ക്ക് ശശി തരൂർ പറഞ്ഞത് അവർക്കത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും സന്ദർഭത്തിൽ വിമർശിക്കേണ്ടി വന്നുവെങ്കിൽ അതിന്റെ കാരണം എന്താ? അദ്ദേഹം ഈ പറഞ്ഞ രണ്ടാമത്തെ ദിവസത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്നുള്ള മാധ്യമ സംവാദങ്ങളിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആ ലേഖനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ല. അതാണ് റിയാലിറ്റി. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കോ നേതാക്കൾക്കോ അസ്വസ്ഥത ഉണ്ടായെങ്കിൽ അദ്ദേഹം പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ കൂടി ആ ലേഖനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാകുമായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് അൽബോസ് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ആ ലേഖനത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ LDFന്റെ നയനിലപാട് മൂലം കേരളം ദീർഘകാലം വ്യവസായ വികസനത്തിൽ പിന്നോട്ടായിരുന്നു. അവരിപ്പോൾ നയം മാറ്റുന്നു. അതിന്റെ ഭാഗമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലും കേരളം നമ്പർ 1 ആയിരിക്കുന്നു. ഇത് നല്ല നിലപാടാണ്. ഇനി തിരിച്ച് നിങ്ങൾ പോകരുത്. ഇതിൽ നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നം? അതിലെന്താണ് രാഷ്ട്രീയ ശരികേട്? അല്ല, അതിൻ്റെ അകത്ത് വളരെ കൃത്യമുണ്ട്. സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് പറയുമ്പോൾ തെറ്റിദ്ധാരണാജനകമാണ്. കാരണം സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവന്ന ഒരു പാർട്ടിയുടെ പാർലമെന്റ് അംഗമായിരിക്കുന്ന ഒരാൾ അതിൽ കേവലമായ അതിൻ്റെ ഒരു അംശം മാത്രം എടുത്ത് വിവക്ഷിക്കുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന പ്രതിരോധമുണ്ട്. ആ പ്രതിരോധം ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ചെറുക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. ആലപ്പുഴ ജില്ലയുടെ മുഖച്ഛായ മാറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലെ നെടുമുടി പള്ളാത്തുരുത്തി പാലമാണ്. ആ പാലം 6 മാസക്കാലം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ തച്ചടി പ്രഭാകരന്റെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് 25ാം വർഷമാകാണ് അദ്ദേഹം വിടവാങ്ങിയിട്ട്. അദ്ദേഹത്തിന്റെ 6 മാസക്കാലത്തെ ഭരണത്തിലാണ്. പദ്ധതി 20 വർഷമായി പല ഗവൺമെന്റുകൾ മാറി ശ്രമിച്ചിട്ട് നടന്നില്ല. പക്ഷെ ഇന്ന് കയറിന്റെ നാട്ടിൽ നിന്ന് കാപ്പിക്കുരുവിന്റെ നാട്ടിലേക്ക് ഒരു നടപ്പാത അല്ലെ റോഡ് എന്ന് പറയുന്ന ഗതാഗത സൗകര്യം എന്ന് പറയുന്നത് ഒരു നാടിന്റെ വികസനത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് വലുതായിരുന്നു. അത് സാക്ഷാത്കരിക്കപ്പെട്ടതിന് ശേഷം തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പിന്റെ 10ാം ദിവസം വന്ന മുഖ്യമന്ത്രി നായനാർ ഉദ്ഘാടനം ചെയ്തിട്ട് ഇത് നെടുമുടി പള്ളാത്തുരുത്തി പാലം ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞാൽ, അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ വിമർശിക്കില്ലേ?